ഹായ് ഗായ്സ്, അപ്പോൾ എൻ്റെ ലാസ്റ്റ് എക്സാം ആയിട്ടുള്ള സോഷ്യലിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ പ്രിപ്പറേഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് സൺഡേത്തെ വ്ലോഗാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഹിസ്റ്ററിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു ഇവിടെ പഠിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ട് സെക്കൻഡ് ചാപ്റ്ററും കൂടെ ഒന്ന് പഠിക്കാൻ വിചാരിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഉണ്ട്, റിവൈസ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ സയൻസ് എങ്ങനെ റിവൈസ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കാരണം ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും ഞാൻ എൻ്റെ മാക്സിമം നോക്കിയിട്ടുണ്ട് എല്ലാ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ. പഠിച്ച സാധനങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല സമയം എടുക്കും. അപ്പോൾ കുറേ ടൈം എടുത്തിട്ടാണ് ഞാനിത് സോഷ്യൽ സയൻസ് പഠിക്കാനിരിക്കുന്നത്. എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ പഠിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാനൊരു ബ്രേക്ക് എടുത്തു. ആ ബ്രേക്കിൽ ഞാൻ ഡയറി മിൽക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. എൻ്റെ ക്യാമറയ്ക്ക് എന്ത് പറ്റിയെന്നറിയാൻ പാടില്ല. ഭയങ്കര ക്യാമറയ്ക്കല്ല, ട്രൈപോഡിനും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണു പോകുന്നുണ്ടായിരുന്നു, ചരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു, പ്രോപ്പറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഈയിടെയായിട്ടാണ് ഈ പ്രശ്നം വന്നത്. ഭയങ്കര ലൂസായിട്ടിരിക്കുകയാണത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും, വീണ്ടും പോവും. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ആ ഒരു ട്രൈപോഡിൽ. ഞാനിവിടെ നരേന്ദ്ര പാഠക് എന്ന് പറഞ്ഞൊരു സാറുണ്ട്, മറ്റേ പാട്ട്ലി എന്ന് പറഞ്ഞൊരു ചാനലിൽ വീഡിയോ ഇടുന്നതാണ്. സോഷ്യൽ സയൻസിൻ്റെ വീഡിയോ ഇടുന്നതാണ്. സാർ അടിപൊളിയായിട്ടാണ് പഠിപ്പിക്കുന്നത് ഹിസ്റ്ററിയൊക്കെ. എനിക്ക് ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും ലെക്ചറിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ലെക്ചർ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ, സെക്കൻഡ് ചാപ്റ്ററിൻ്റെ, ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ. എനിക്ക് സോഷ്യൽ ഇഷ്ടമാണെങ്കിൽ പോലും ഇത്രയും നേരം കണ്ടിന്യൂസ് ഇങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വെറുത്ത് പോകുന്നുണ്ടായിരുന്നു. സോഷ്യലിൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണെന്ന് മിക്ക വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് പഠിക്കുമ്പോൾ ആർക്കായാലും ഒരു മടുപ്പ് തോന്നും. അത് ഈ കാണാപ്പാഠം പഠിക്കലാണ് മിക്കതും. മനസ്സിലാക്കി പഠിക്കാനുള്ളതൊക്കെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ എന്നാലും കാണാപ്പാഠം പഠിക്കേണ്ടി വരും. അതൊക്കെ പഠിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത്. എനിക്ക് മാത്സും സയൻസൊക്കെ പഠിക്കാൻ കൊതിയാവുമായിരുന്നു. പ്രത്യേകിച്ച് മാത്സ്. എനിക്ക് മാത്സ് പഠിക്കാനായിട്ട് നല്ല ഒരു ത്വര വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒത്തിരി റിവൈസ് ചെയ്യാനുണ്ട്. അങ്ങനെ ഒത്തിരി റിവൈസൊക്കെ ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞാനിത് വേറെ സബ്ജക്റ്റ് ഒന്നും ഇരുന്ന് പഠിക്കാൻ. അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഞാൻ വേറെ വല്ല സബ്ജക്റ്റിൻ്റെ ചാപ്റ്റേഴ്സുകളും എടുത്ത് ഇത് ചെയ്തേനെ. ഞാൻ എൻ്റെ മാത്സ് എക്സാമിൻ്റെ അന്ന് സോഷ്യൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സയൻസ് എക്സാമിൻ്റെ അന്ന് പഠിച്ചതായിരുന്ന സമയത്ത്, തലവേദന എടുക്കുന്ന സമയത്ത് ഞാൻ വേറെ സോഷ്യൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സോഷ്യലിൻ്റെ അന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചതിനെക്കാട്ടും. എനിക്ക് ഒട്ടും പറ്റാണ്ട് ഞാൻ സൈക്കിളൊക്കെ ചവിട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ബ്രേക്കൊന്നും എടുക്കാതെയാണ് പഠിക്കുന്നതിനിടയിൽ. പക്ഷേ ഞാൻ അത്യാവശ്യം വലിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സൈക്കിളൊക്കെ ചവിട്ടാൻ പോയി. കുറേ നാളായി സൈക്കിളൊക്കെ ചവിട്ടിയിട്ട്.
എനിക്ക് ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് ഇത്രയും നേരം നിന്ന് സൈക്കിളൊക്കെ ചവിട്ടിയിട്ടുള്ളതെന്ന്. സൈക്കിൾ ഉപയോഗിക്കാണ്ടത് നന്നാക്കാനൊക്കെ കൊടുത്ത് വെച്ചേക്കായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു മര്യാദയ്ക്ക് പോയി സൈക്കിൾ ചവിട്ടിക്കോളാം, അല്ലെങ്കിൽ വീണ്ടും അത് കൊണ്ട് കൊടുക്കേണ്ടി വരും. ഉപയോഗിക്കാണ്ട് തുരുമ്പെടുത്ത് പോയതാണ്, അത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ചവിട്ടിയിട്ട് വീണ്ടും വന്നിരുന്നു പഠിക്കാനായിട്ട്. കാരണം ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു, റിവൈസ് ചെയ്യാനായിട്ടുള്ളത്. പഠിക്കുന്നതിന് കൂടുതൽ റിവൈസാണ് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ ഇരുന്നിരുന്ന് പഠിച്ച് സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച് തലവേദന എടുത്തിട്ട് വയ്യായിരുന്നു എനിക്ക് അന്നത്തെ ഒരു ദിവസം. ഞാൻ എൻ്റെ പേപ്പറൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞങ്ങളുടെ സോഷ്യൽ എക്സാം 23rd ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 23rd തന്നെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ. അത് ഞാൻ ഇന്ന് സ്കൂളിൽ പോയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുകയാണെന്ന്. ആൻഡ് 10th ക്രിസ്മസ് സെലിബ്രേഷൻ ഇല്ല, ബാക്കിയുള്ള എല്ലാവർക്കും ഉണ്ട്. 10th ഇല്ല, പിന്നെ 12th കമ്പ്യൂട്ടർ സയൻസുകാർക്കും ഇല്ലെന്ന് തോന്നുന്നു. അവർ മാത്രമേ ഉള്ളൂ എക്സാം ഇന്ന്. ബാക്കി 12th എല്ലാവരും എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൊമേഴ്സുകാരും ബയോമാക്സുകാരൊക്കെ അവിടെ പോയിരുന്ന് ആ പരിപാടിയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ബാക്കി ഞങ്ങളൊക്കെ ഇരുന്ന് എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. അവിടെ കരോൾ അവർ പാടിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുള്ളൂ, വലിയതായിട്ട് നോയ്സൊന്നും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല, പക്ഷേ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ ഓടിപ്പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ചൊറിഞ്ഞ് കയറുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ക്രിസ്മസ് സെലിബ്രേഷനേ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ സീനിയേഴ്സിനാണെങ്കിലും അതിന് മുമ്പത്തെ പ്രാവശ്യത്തെ സീനിയേഴ്സിനാണെങ്കിലും 10th അല്ലേ, അവർ അവസാനത്തെ ബാച്ച് അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ക്രിസ്മസ് സെലിബ്രേഷനേ ഇല്ല. ഞാൻ അന്ന് സ്കൂളിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങൾക്ക് അന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആണെന്നൊക്കെ. പിന്നെ 24th ക്ലാസ് ഇല്ല, 25th ഉണ്ടാവില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് 26th തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകണം, ക്ലാസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ പെട്ട് കിടക്കുകയാണ്. ആകെ 24th ഇല്ല. 24th ഇല്ലാഞ്ഞിട്ട് വലിയ ഭാഗ്യമാണ്. പറ്റുമായിരുന്നെങ്കിൽ അവർ അന്നും കൂടെ വെച്ചേനെ ക്ലാസ്, എനിക്കത് ഉറപ്പാണ്. അപ്പോൾ 24th ക്ലാസ്സില്ല, 25th ക്ലാസ്സില്ല. എനിക്ക് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു 24th ക്ലാസ് ഉണ്ടോയെന്ന്. ക്ലാസ്സില്ല, ഞാനത് സ്കൂളിൽ ചെന്നിട്ട് കൺഫേം ചെയ്തു. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഉണ്ടോ ഇല്ലയോ എന്ന്. ക്ലാസ്സിലെന്നാണ് അറിഞ്ഞേക്കുന്നത്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ അടിപൊളിയായിരുന്നു. ആകെ ഒരു ആശ്വാസം അതായിരുന്നു, എക്സാം നല്ലതായിരുന്നു. എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കിളി പോയി, പക്ഷെ പിന്നെ വായിച്ചൊക്കെ മനസ്സിലായി എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസാണ് മിക്കതെന്നും. ഞാൻ ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ഒരെണ്ണം വിട്ടു, 3 മാർക്കിൻ്റെ ഒരെണ്ണം വിട്ടു, അത്ര വിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. സെക്ഷൻ A അടിപൊളിയായിരുന്നു, സെക്ഷൻ B അടിപൊളിയായിരുന്നു, സെക്ഷൻ E അടിപൊളിയായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. ഞാൻ വിട്ടിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എവിടെ നിന്നായിരുന്നു, ഐ തിങ്ക് ജോഗ്രഫി എന്നാണെന്ന് തോന്നുന്നു. ജോഗ്രഫി എന്നാന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഒരെണ്ണം വിട്ടു, ബാക്കിയെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ജോഗ്രഫിയിലാണ് എനിക്ക് എപ്പോഴും പ്രശ്നം വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് പഠിക്കാനൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷേ രാവിലെ എന്നെക്കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റില്ല. ഞാൻ എഴുന്നേറ്റ് തന്നെ 7 മണിക്കാണ്. എൻ്റെ അമ്മ വിളിച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഞാൻ വീണ്ടും കിടന്നുറങ്ങിയാണ്. എൻ്റെ അലാറമൊക്കെ വെച്ചേ, പക്ഷേ അലാറം ഓഫ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കണ്ട് എഴുന്നേൽക്കല്ലെന്ന് വെച്ചാൽ അലാറം ഓഫ് ചെയ്തിട്ട് ഞാൻ കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.